അക്ഷരത്തെറ്റുകൾ കൊണ്ട് നിറഞ്ഞ +2 മലയാളം ചോദ്യപേപ്പർ 14 അക്ഷരത്തെറ്റുകളാണ് ചോദ്യപേപ്പറിൽ കണ്ടെത്തിയത്. ONVയുടെ ഒരു കവിതയിൽ മാത്രം 3 അക്ഷരത്തെറ്റുകളാണുള്ളത്. പ്രയോഗങ്ങളിലും വ്യാകരണത്തിലും പിശകുകളുണ്ടെന്നും പരാതി. ഗോപാൽ ശിലാസനിൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, എപ്പോഴായിരുന്നു +2 മലയാളം പരീക്ഷ? +2 രണ്ടാം ഭാഷാ വിഷയമായിട്ടാണ് ഈ മലയാളം പരീക്ഷ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന ആ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇപ്പോൾ വിവാദമാകുന്നത്. അതായത് മലയാളം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന സർക്കാർ, ഉത്തരവുകളടക്കം മലയാളത്തിലേക്ക് മാറ്റി പരിഷ്കരിക്കുന്ന സർക്കാർ, ആ സർക്കാർ നടത്തുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ മുഴുവൻ അക്ഷരത്തെറ്റുകളായാൽ എങ്ങനെയിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ നമുക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. അതായത് 16ഓളം അക്ഷരത്തെറ്റുകളാണ് മലയാളം ചോദ്യപേപ്പറിൽ മാത്രം പ്രകടമായി കാണാനുള്ളത്. അതിൽ നാലാമത്തെ ചോദ്യത്തിലാണ് ഈ അക്ഷരത്തെറ്റുകൾ ആരംഭിക്കുന്നത്. അതിൽ തുടങ്ങി അവസാന ചോദ്യം വരേക്കും ഈ അക്ഷരത്തെറ്റുകൾ നീളുന്നുണ്ട്. അത് എടുത്തു പറയുകയാണെങ്കിൽ നാലാമത്തെ ചോദ്യത്തിൽ താമസം എന്ന വാക്കിന് പകരം താസമം എന്നാണ് അച്ചടിച്ചിരിക്കുന്നത്. നീലകണ്ഠശൈലം എന്ന വാക്കിന് പകരം നീലകണുശൈലമെന്നും സച്ചിനെ കുറിച്ച് എന്നുള്ളതിന് പകരം സച്ചിനെ കറിച്ച് എന്നുമാണ് ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലുന്നതിനേക്കാളും എന്നതിന് പകരം കൊല്ലുന്നതിനേക്കാളം എന്ന് അച്ചടിച്ചിരിക്കുന്നു. കൂടാതെ തന്നെ അത്തരത്തിൽ പിന്നീടുള്ള ഓരോ ചോദ്യങ്ങളും, അതായത് ആസ്വാദനം എഴുതാൻ നൽകിയ ഒരു ONV കുറിപ്പിന്റെ കവിതയിൽ മാത്രം 3 അക്ഷരത്തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ അക്ഷരത്തെറ്റുകളിൽ പറയുന്നത് ONVയുടെ വലിപ്പത്തിൽ എന്നതിന് പകരം വലിപ്പിത്തിൽ എന്നതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാതോർക്കും എന്നതിന് പകരം കാരോർക്കും എന്നും ചേർത്തിരിക്കുന്നു. സ്വപ്നങ്ങൾ ഉത്കണ്ഠകൾ എന്ന വാക്കിന് പകരം സ്വപ്നങ്ങൾ ഉൾക്കണങ്ങൾ എന്നാണ് അച്ചടിച്ചിരിക്കുന്നത്. വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇത് കൂടാതെ തന്നെ പല വ്യാകരണ പിശകുകളും പ്രയോഗങ്ങളിലെ തെറ്റുകളും ഉണ്ട് എന്നും മലയാളവുമായി ബന്ധപ്പെട്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട്. ഈ +2 പരീക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് കുട്ടികളുടെ നിലവാരം അളക്കുന്ന തരത്തിലേക്ക് വല്ലാണ്ട് ഈ ചോദ്യപേപ്പർ മാറിയെന്നും ആ മോഡൽ പരീക്ഷയിലോ നേരത്തെ പഠിപ്പിച്ച സിലബസുമായി ബന്ധമില്ലാത്ത തരത്തിലേക്ക് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് വലിയ കടുകട്ടിയായി മാറിയെന്നും +2 പരീക്ഷയെക്കുറിച്ച് ആരോപണമുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഒരു ചോദ്യപേപ്പർ നിറയെ അക്ഷരത്തെറ്റുകൾ കൊണ്ട് മുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. മലയാളം ചോദ്യപേപ്പറിലാണ് മലയാളം ഭാഷയെ ഇത്രയധികം കൊലവിളിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടതായിരിക്കുന്നു. വലിയ തരത്തിലേക്കുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന മലയാളം പരീക്ഷയിലാണ് ഇത്തരത്തിൽ ഈ ചോദ്യം തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ഗോപാൽ ശിലാസനിലാണ്.